ഓണം കളറാക്കാൻ നിറം ഫാബും റെഡിയായി കഴിഞ്ഞു. വേഗം പോരെ. ലേഡീസിനും ജെന്റ്സിനും കുട്ടികൾക്കും ട്രെൻഡിനൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷനുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മുടെ മേപ്പാടം സെന്ററിലേക്ക് വേഗം പോരും. ഈ ഓണം ആഘോഷമാക്കാം നിറം ഫാബിനൊപ്പം. ചേലക്കര ഗ്രാമപഞ്ചായത്ത് CDSന്റെ നേതൃത്വത്തിൽ ഓണക്കനി, നിറപ്പൊലിമ, കതിർ എന്നീ സംഘകൃഷിയുടെ ചെണ്ടുമല്ലി പൂക്കളുടെയും പച്ചക്കറിയുടെയും വിളവെടുപ്പ് അതിഗംഭീരമായി നടത്തി. MLA UR പ്രദീപ് വിളവെടുപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കർഷകരെ അഭിനന്ദിച്ച അദ്ദേഹം ചെണ്ടുമല്ലി പൂക്കൾ കൂടാതെ മറ്റു പൂക്കൾ കൂടി കൃഷി ചെയ്യാൻ നിർദ്ദേശം നൽകി. ഇത് ആദ്യമായിട്ടല്ല, നേരത്തെ 3 വർഷമായി, 4ാമത്തെ വർഷം. 3 വർഷം ഇതിന്റെ ഒരു അനുഭവമുണ്ട്. പൂക്കൃഷി ചെയ്താൽ നഷ്ടമാവില്ല, അല്ലെങ്കിൽ ഈ കൃഷി ചെയ്താൽ നഷ്ടമാവില്ല എന്നൊരു തെളിവാണ് ഇതെല്ലാം. തുടർച്ചയായി ചെയ്യാൻ കാരണം ആദ്യത്തെ കൊല്ലം തന്നെ നഷ്ടമാണെങ്കിൽ രണ്ടാമത്തെ കൊല്ലം മനസ്സിലില്ല. എന്നാലും നമുക്കിത് ചെയ്താൽ നഷ്ടമില്ല എന്നുള്ള തെളിവും കൂടിയാണ്. ഇവിടെ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവില്ലാമലയിലും ഇതുപോലെ കുടുംബശ്രീയുടെ ഇത്തരം പൂക്കൃഷി ഒരു ജയിൽജിക്ക് കൊടുത്തുകൊണ്ട് അവർ ചെയ്യേണ്ടായി. അത് മികച്ച രീതിയിലാണ്. എന്നാലും അവർ പഠിച്ചു വരികയാണ്. ഇത് കാണുമ്പോൾ ഞാൻ നേരത്തെ ശ്രീകുമാരേട്ടൻ വരുമ്പോൾ പറഞ്ഞു, ഇങ്ങനെ നമ്മുടെ ഇവർ തികച്ചും പ്രൊഫഷണൽ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. അവരിങ്ങനെ തുടങ്ങി വെച്ച ആളുകൾ ഇതുപോലെ പല സ്ഥലങ്ങളും പല കുറവുകളും കണ്ടു. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നല്ല അനുഭവമുള്ള സ്ഥലത്തും കൂടെ പോയി കാണണം എന്നൊരു നിർദ്ദേശം കൊടുക്കേണ്ടായിരുന്നു. ഇത് പറ്റിയ സ്ഥലം തന്നെയാണത്. അതിൽ എന്തായാലും കൃഷി നമുക്ക് കുടുംബശ്രീയെ സംബന്ധിച്ച് ഏത് കാര്യം തൊട്ടാലും അത് സത്യസന്ധമായും വളരെ കൃത്യമായി നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് ലോകമെമ്പാടും കാണിച്ചു കൊടുത്തവരാണ് നിങ്ങൾ നിർത്തി ഇങ്ങനെ പുകഴ്ത്തി പറയുന്നതല്ല, നിങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ച് അത് കാണിച്ചു കൊടുത്തവരാണ്. തീർച്ചയായിട്ടും ഈ ഒരു സംരംഭം വരും കാലങ്ങളിൽ നമുക്ക് വിപുലമായി ചെയ്യാൻ കഴിയും. ഇത് പൂവിനെ സംബന്ധിച്ച് നമുക്ക് ഈ സമയത്താണ് ഏറ്റവും ഡിമാൻഡുള്ള സമയം. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അമൃത ആശുപത്രിയിൽ പോയി തിരിച്ചു വരുമ്പോൾ മോള് വിളിച്ച് പറഞ്ഞു, കുറച്ച് പൂ വേണം, പൂ മേടിച്ച് വരുമോ ചോദിച്ചു. അപ്പോൾ സമയം എറണാകുളത്ത് നിന്ന് വരുമ്പോൾ 12 മണിയായി. ആ സമയത്ത് എവിടുന്ന്. അപ്പോൾ എൻ്റെ ഡ്രൈവർ പറഞ്ഞു, അതൊന്നും പേടിക്കണ്ട, തൃശ്ശൂർ ടൗണിൽ ഇഷ്ടംപോലെ ഉണ്ടാവും, ഒന്ന് കാണാൻ പറ്റും. അങ്ങനെ തൃശ്ശൂർ ടൗണിൽ പോയപ്പോൾ പകല് പോലെയാണ്. തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പൂക്കൃഷി. അതും ആ സമയത്ത് ഒരു പൂരത്തിൻ്റെ അന്തരീക്ഷമാണ് അവിടെ. അത്രയും ആളുകൾ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂക്കൃഷി കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. അതിലൊരു മലയാളി പോലും വിൽപ്പനയ്ക്കിരിക്കില്ല. ഞാനൊരു സംസ്ഥാനം തരംതിരിച്ച് പറയുന്നതല്ല, നമുക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ്. ഓണവിപണി ലക്ഷ്യമിട്ട് ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടന്ന ഓണക്കനി, നിറപ്പൊലിമ, കതിർ സംഘകൃഷിയുടെ ചെണ്ടുമല്ലി പൂക്കളുടെയും പച്ചക്കറികളുടെയും വിളവെടുപ്പാണ് നാടിന് ഉത്സവ പ്രതീതി പകരുന്നത്. ചേലക്കര MLA UR പ്രദീപ് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. മികച്ച വിളവ് കൊയ്ത കർഷകരെ അഭിനന്ദിച്ച MLA അവർക്ക് ഭാവിയിലേക്ക് ആശംസകൾ നേർന്നു. വരും ദിനങ്ങളിൽ ചെണ്ടുമല്ലിക്ക് പുറമെ മറ്റ് വൈവിധ്യമാർന്ന പൂക്കൾ കൂടി കൃഷി ചെയ്ത് നോക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. CDSന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ പച്ചക്കറി കൃഷി ഇത്രയും വിപുലമായി നടക്കുന്നതേറെ അഭിമാനകരമായ കാര്യമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷെഫീഖ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ നിഷ അർജുൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വിനോദ് പന്തലാടി, ബൽക്കീസ എന്നിവർ ആശംസകൾ നേർന്നു. ചേലക്കര ഗ്രാമപഞ്ചായത്ത് മുൻ CDS ചെയർപേഴ്സൺ ശോഭന തങ്കപ്പന്റെ നേതൃത്വത്തിലാണ് കൃഷി പ്രവർത്തനങ്ങൾ നടന്നത്. വാർഡ് മെമ്പർമാരായ ഷാഹുൽ, എല്ലിശ്ശേരി വിശ്വനാഥൻ, ജാൻസി, ഫാത്തിമ വഫ, പഞ്ചായത്ത് സെക്രട്ടറി K ജയലക്ഷ്മി, അസിസ്റ്റന്റ് സെക്രട്ടറി ഹുസൈൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ, കർഷകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. CCV ന്യൂസ് ചേലക്കര. ഈ ഓണത്തിന് സ്വാദും ലാഭവും ഒരുമിച്ച് ഓണം മെഗാ ഓഫറുമായി കരുൺസ്. 8 ഐറ്റങ്ങൾ ഉൾപ്പെടുന്ന 1765 രൂപയുടെ കോംബോ ഇപ്പോൾ 1500 രൂപയ്ക്ക്. ഓഫർ ഓഗസ്റ്റ് 25 വരെ മാത്രം. നിങ്ങളുടെ ഓഫർ ഇന്ന് തന്നെ ബുക്ക് ചെയ്യൂ.